ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫീതേഴ്സ് ഇൻ വണ്ടർലാൻഡ്. കുറേ നാൾക്ക് ശേഷം നമ്മൾ ടിങ്കർ ബെല്ലിൻ്റെ നെക്സ്റ്റ് ഒരു പാർട്ടുമായി വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. മൂവിയുടെ തുടക്കത്തിൽ ആ ലേഡി പറയുന്നുണ്ട്, ഫാരീസുകളുടെ ചിറകുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് എന്താണെന്ന് ഫാരീസ് തന്നെ കണ്ടെത്തണം. പിന്നീട് നമ്മുടെ ഫാരി വേൾഡാണ് കാണിക്കുന്നത്. അവിടെയുള്ള ഫാരീസ് എല്ലാം വിന്റർ സീസണിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ ടിങ്കറിനിത് ആദ്യത്തെ വിന്റർ സീസൺ ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ആകാംക്ഷയെല്ലാം അവൾക്കുണ്ട്. ഫാരി മേരി എല്ലാം വിന്റർ ഫുഡിലേക്ക് അയക്കാനുള്ള കൊട്ടകൾ ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പിലാണ്. ടിങ്കർ ക്ലക്ക് ബബിളിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് വിന്റർ ഫുഡിലേക്ക് പോകാത്തത് എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവർ അതിന്റെ സത്യാവസ്ഥ പറയുന്നത്. നമ്മുടെ ഫാരി വേൾഡിൽ 2 തരം ഫാരികളാണ് ഉള്ളത്. പിക്സി ഹോളിൽ താമസിക്കുന്ന വാം ഫാരികളും അഥവാ നമ്മളും വിന്റർ സീസണിൽ താമസിക്കുന്ന വിന്റർ ഫാരികളും. ഇവിടുത്തെ നിയമപ്രകാരം വിന്റർ ഫാരികൾക്ക് പിക്സി ഹോളോയിലേക്കും പിക്സി ഹോളോയിലെ ഫാരികൾക്ക് വിന്റർ സീസണിലേക്കും പോകാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും അവർ നിയമം ലംഘിച്ച് അപ്പുറത്തേക്ക് കടക്കുകയാണെങ്കിൽ അവരുടെ ചിറകുകൾ മരവിച്ച് അവർക്ക് മരണം വരെ സംഭവിക്കാം. വിന്റർ വുഡിൽ നിന്ന് മൂങ്ങകൾ കൊട്ടകൾ എടുക്കാൻ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു കത്തുമുണ്ട്. നാളെയാണ് അവസാന കൊട്ടകൾ അയക്കേണ്ടത് ദിവസം, 20 കൊട്ടകൾ വേണം. ക്ലക്കും ബബിളും ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ടിങ്കറിന് വിന്ററിലേക്ക് പോകാനുള്ള ആഗ്രഹം ഒന്നുകൂടെ കൂടി. അപ്പോഴാണ് ടിങ്കർ അത് കാണുന്നത്. ഫാം മൃഗങ്ങളെ ഹൈബ്രിഡിന് വേണ്ടി വിന്ററിലേക്ക് അയക്കാൻ അതിർത്തി വരെ പോകുന്നുണ്ട്. ഈ തക്കത്തിൽ ടിങ്കറും ഫാമിന്റെ കൂടെ കൂടി. മൃഗങ്ങളെല്ലാം അപ്പുറത്തെ വിന്ററിലേക്ക് കടക്കുമ്പോൾ അവർ വെള്ള നിറമാകുന്നത് ടിങ്കർ ശ്രദ്ധിക്കുന്നുണ്ട്. ഫാം മൃഗങ്ങളെ നോക്കുന്ന തക്കത്തിൽ ടിങ്കർ വിന്ററിലേക്ക് കടന്നു. അത് വല്ലാത്തൊരു ലോകം തന്നെയായിരുന്നു. അവൾക്ക് വല്ലാതെ തണുക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് അവളുടെ ചിറകുകൾ തിളങ്ങാനും തുടങ്ങി. പെട്ടെന്ന് ഫാം ഒരു കയറ് വെച്ച് ടിങ്കറിനെ അപ്പുറത്തേക്ക് വലിച്ചെടുത്തു. അവളുടെ ചിറകുകളെല്ലാം തണുത്തിരിക്കുന്നത് കണ്ട ഫാം അവളെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ടിങ്കർ അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പോയെന്ന് അറിഞ്ഞ അവളുടെ സുഹൃത്തുക്കൾ ടിങ്കറിനെ കാണാൻ വന്നു. എന്നാൽ അവൾ വളരെ ആകാംക്ഷയിൽ താൻ അപ്പുറത്തേക്ക് പോയപ്പോൾ തന്റെ ചിറകുകൾ തിളങ്ങി എന്ന് പറയുന്നു. എന്നാൽ അവരത് വിശ്വസിക്കാൻ തയ്യാറായില്ല. എന്നാൽ ടിങ്കർ ബെല്ലിന് തന്റെ ചിറക് തിളങ്ങിയത് എന്താണെന്ന് അറിയണം. അതിനായി അവൾ നേരെ പോകുന്നത് ലൈബ്രറിയിലേക്കാണ്. ടിങ്കറിന് ലൈബ്രറിയിൽ നിന്ന് വിൻഡോളജി ബുക്ക് കിട്ടി. അതിലെ ചില പേജുകൾ പുസ്തകപ്പുഴു കായ്ച്ചതുകൊണ്ട് അവൾക്ക് അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് അറിയാൻ സാധിച്ചില്ല. ലൈബ്രറിയിൽ എപ്പോഴും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ഫാരിയുടെ അടുത്തേക്ക് ടിങ്കർ പോയിട്ട്, ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ചിറകുകൾ എന്തുകൊണ്ടാണ് തിളങ്ങുന്നത് എന്ന് നിനക്കറിയാമോ? എനിക്കതൊന്നും അറിയില്ല, അതെല്ലാം കീപ്പറിനെ അറിയുകയുള്ളൂ. കീപ്പർ ആണെങ്കിൽ വിന്റർ ഹുഡിലാണ്, അതുകൊണ്ട് നമുക്ക് ചോദിക്കാനും കഴിയില്ല. വിന്റർ ഹുഡില്ലെങ്കിൽ വിന്റർ ഹുഡിൽ, എനിക്ക് കാര്യം എന്താണെന്ന് അറിയണം. അങ്ങനെ ടിങ്കർ ബെല്ല് വിന്റർ വുഡിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. വിന്റർ വുഡിലേക്ക് പോകാനായി ടിങ്കർ പ്രത്യേകം കോട്ടും സൂട്ടും എല്ലാം തയ്യാറാക്കി. എന്നിട്ട് രാവിലെ തന്നെ കൊട്ടയുണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ വെച്ച് ക്ലക്കും ബബിളും ടിങ്കറിനെ കണ്ടു. താൻ വിന്റർ വുഡിലേക്ക് പോവുകയാണെന്നും തന്റെ ചിറകുകൾ തിളങ്ങിയ രഹസ്യം തനിക്ക് കണ്ടെത്തണമെന്നും ഇത് ആരോടും പറയരുതെന്നും ടിങ്കർ അവരോടായി പറഞ്ഞു. അവർ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ടിങ്കർ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അല്ലെങ്കിലും നമ്മുടെ ടിങ്കറിന് ഒരു കാര്യം സാധിക്കണമെന്ന് വിചാരിച്ചാൽ അത് അവൾ സാധിച്ചിട്ടേ അടങ്ങൂ. അങ്ങനെ വിന്റർ വുഡിൽ നിന്ന് ആ വെളുത്ത മുങ്ങ വന്ന് അവൾ ഇരുന്ന കൊട്ടയുമായി അത് വിന്റർ വുഡിലേക്ക് പോയി. വിന്റർ വുഡ് എന്ന ലോകം ഒരു മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു അവൾക്ക് നൽകിയത്. ആദ്യമായി ടിങ്കർ വിന്റർ ഫാരിയെല്ലാം കാണുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് മൂങ്ങക്ക് ബാലൻസ് തെറ്റി ആ കൊട്ട തെറിച്ചു പോയി. ടിങ്കറും അവിടെ നിന്നും തെറിച്ചു വീഴുന്നുണ്ട്. അവളുടെ കയ്യിലുണ്ടായിരുന്ന വിൻഡോളജി ബുക്കും തെറിച്ചുപോയി. ടിങ്കർ ആരും കാണാതെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് വിന്ററിന്റെ അധികാരിയായ ലോർഡ് മിലോറി വന്നിട്ട്, ആരാണ് ഈ ബുക്ക് ഇവിടേക്ക് കൊണ്ടുവന്നത്? ഇനി വല്ല ഫാരിയും ഇതിനോടൊപ്പം ഇവിടേക്ക് വന്നിട്ടുണ്ടോ? ഉടനെ തന്നെ ഈ ബുക്ക് കീപ്പറിനെ ഏൽപ്പിക്കൂ. അതൊരു പയ്യന്റെ കയ്യിൽ കൊടുത്തു. ടിങ്കറും കീപ്പറിനെ കാണാനായി ആ പയ്യന്റെ പിന്നാലെ പോയി വിന്ററിലെ ലൈബ്രറിയിൽ എത്തിച്ചേർന്നു. ടിങ്കർ അവിടെയെല്ലാം ചുറ്റിക്കാണുമ്പോൾ മറ്റൊരു ഫാരിയുടെ ശബ്ദം കേട്ടു. എന്റെ ചിറകുകൾ എന്തുകൊണ്ടാണ് തിളങ്ങുന്നത്? കാരണം പറയൂ. അപ്പോഴാണ് ടിങ്കറും ആ ഫാരിയെ കാണുന്നത്. ആ ഫാരിയുടെ പേര് ഫേരി വിങ്കിൾ എന്നായിരുന്നു. അവർ 2 പേരും പരസ്പരം കാണുന്ന സമയത്ത് അവരുടെ ചിറകുകൾ ഒരുപോലെ തന്നെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഇത് കണ്ട കീപ്പർ അവർക്കായി പറഞ്ഞു കൊടുക്കുകയാണ്, ഇവരുടെ ജനനത്തിന് ഒരു രഹസ്യമുണ്ട്, ഒരു സത്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു കുഞ്ഞിന്റെ ആദ്യ പുഞ്ചിരിയിൽ നിന്ന് 2 ഇതളുകൾ ഉണ്ടായി. അത് രണ്ടും 2 സ്ഥലത്തേക്കാണ് പോയത്. ഒന്ന് പിക്സി ഹോളോയിലേക്കും ഒന്ന് വിന്റർ വുഡിലേക്കും. സത്യം എന്താണെന്ന് വെച്ചാൽ, ആ കുഞ്ഞിന്റെ ആ പുഞ്ചിരിയിലുണ്ടായ ആ 2 പൂക്കളും സഹോദരങ്ങളായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ടിങ്കർ ബെല്ലും പെരിവിങ്ങളും സഹോദരിമാരായിരുന്നു. അവർക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് ആയി, വളരെയധികം സന്തോഷമായി. സിസ്റ്റേഴ്സോ? അതുകൊണ്ടാണ് അവർ 2 പേരുടെ ചിറകുകൾക്ക് സാമ്യം തോന്നിയതും. മാത്രവുമല്ല, ടിങ്കർ ബെല്ലിന്റെ അതേ സ്വഭാവം തന്നെയായിരുന്നു പെരിവിങ്കിളിൻ്റെതും. അങ്ങനെ അവർ ഹാപ്പിയായി നിൽക്കുമ്പോഴാണ് അവിടേക്ക് ലോർഡ് മിലോറി വരുന്നത്. അയാളുടെ കണ്ണിൽ പെടാതെ ടിങ്കറും പെരിവിങ്കിളും ഒളിച്ചു നിൽക്കുന്നുണ്ട്.
ലോർഡ് മിലോറി കീപ്പറിനോട് ഈ ബുക്ക് ഇവിടേക്ക് എങ്ങനെ വന്നതാണ് എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിനോടൊപ്പം ഏതെങ്കിലും വാം ഫെയർ ഇവിടേക്ക് വന്നിട്ടുണ്ടാകുമോ എന്ന് എനിക്ക് പേടിയാകുന്നു. അത് അവരുടെ ജീവന് തന്നെ ആപത്താണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വാം ഫെയർ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് തിരിച്ചയക്കേണ്ടതുണ്ട്. ഇതും പറഞ്ഞ് ലോർഡ് മിലോറി അവിടെ നിന്നും പോകുന്നു. എന്നാൽ കീപ്പർ ഇതൊന്നും അത്ര കാര്യമായി എടുക്കുന്നില്ല. കീപ്പറിന്റെ സമ്മതത്തോടു കൂടി പെരിവിങ്കിൾ ടിങ്കർ ബെല്ലിനെ ഇവിടെയെല്ലാം ഒന്ന് ചുറ്റിക്കാണിക്കാനായി പുറത്തേക്ക് കൊണ്ടുപോകുന്നു. പെരിവിങ്കിളും ടിങ്കറും വിന്റർ ഹുഡ് ചുറ്റിക്കാണുകയാണ്. ടിങ്കറിന്റെ ചിറകെല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ഈ വിന്ററിൽ അവളുടെ ചിറകെല്ലാം ഫ്രീസായി പൊട്ടാൻ ചാൻസ് ഉണ്ട്. വിന്റർ ഫാരീസിന്റെ പവർ എന്താണെന്ന് വെച്ചാൽ ഏതൊരു വസ്തുവിനെയും അവർക്ക് ഫ്രീസ് ചെയ്ത് വെക്കാൻ കഴിയും. അതേ പവർ തന്നെയാണ് പെരിവിങ്കിളിനും കിട്ടിയിരിക്കുന്നത്. അവരങ്ങനെ നടന്നു പോകുമ്പോൾ പെരിവിങ്കിളിന്റെ ഫ്രണ്ട്സിനെ കാണുന്നു. അവർക്ക് അത്ഭുതമാകുന്നു. കാരണം ഒരു വാം ഫാരി വിന്റർ ഹുഡിലേക്ക് വന്നിരിക്കുന്നു. എന്നാൽ അവൾ പെരിവിങ്കിളിന്റെ സിസ്റ്ററാണ് എന്ന് അറിയുമ്പോൾ അവരും ഇവരോടൊപ്പം ചേർന്ന് എൻജോയ് ചെയ്യുന്നു. അവർ രണ്ടുപേരും വളരെയധികം സന്തോഷത്തിലാണ്. അങ്ങനെ രാത്രിയായപ്പോൾ ടിങ്കറിനെ തണുക്കാതിരിക്കാൻ പെരിവിങ്കിൾ തീയെല്ലാം ഇട്ട് കായുന്നുണ്ട്. പെരിവിങ്കിൾ തന്റെ ആഗ്രഹങ്ങൾ പറയുന്നു. തനിക്ക് സമ്മർ സീസൺ കാണണമെന്നും മീനുകൾ വെള്ളത്തിലൂടെ നീന്തുന്നത് താൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നും ടിങ്കറിനോടായി പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ഐസ് ഉരുകി അത് നിലത്തേക്ക് പൊട്ടി വീണു. ടിങ്കറിന് പറക്കാൻ സാധിച്ചില്ല. പെരിവിങ്കിളിന് അവളെ പിടിക്കാനും സാധിച്ചില്ല. എന്നാൽ അവിടേക്ക് കൃത്യമായി വന്ന കീപ്പർ അവർ രണ്ടുപേരെയും രക്ഷപ്പെടുത്തി. ലോർഡ് മിലോറി പറഞ്ഞത് സത്യമാണ്. ഒരു വാം ഫാരിക്ക് വിന്റർ ഹുഡിലും വിന്റർ ഹുഡിലെ ഒരു ഫാരിക്ക് പിക്സി ഹോളയിലേക്കും പോകാൻ സാധിക്കില്ല. അത് വളരെ അപകടം പിടിച്ചതാണ്. നീ തിരിച്ച് നിന്റെ സ്ഥലത്തേക്ക് തന്നെ പോകണം ടിങ്കർ. അങ്ങനെ കീപ്പർ ടിങ്കറിനെ പിക്സി ഹോളയിലെ അതിർത്തിയിലേക്ക് കൊണ്ടുപോയി. സഹോദരിമാർ പിരിയുന്ന കാഴ്ച കീപ്പറിന് പോലും കണ്ടു നിൽക്കാൻ സാധിച്ചില്ല. ടിങ്കർ രഹസ്യമായി പെരിവിങ്കിളിനോട് നാളെ നിന്നെ കാണാൻ ഞാൻ ഇവിടേക്ക് വരും എന്ന് പറയുന്നു. ടിങ്കർ ബെൽ പിക്സി ഹോളയിലേക്ക് പോയിട്ട് തന്റെ കൂട്ടുകാരോടായി വിന്റർ ഹുഡിൽ തനിക്കൊരു സഹോദരി ഉണ്ടെന്നും നാളെ അവൾ ഇവിടേക്ക് കാണാൻ വരുന്നുണ്ട് എന്നും പറഞ്ഞു. പെരിവിങ്കിളിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായി അവരെല്ലാവരും കൂടി ഒരു യന്ത്രം ഉണ്ടാക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം പെരിവിങ്കിളും സുഹൃത്തുക്കളും ഒരു വലിയ ഐസ് ക്യൂബുമായി അതിർത്തിയിലേക്ക് വരുന്നു. ടിങ്കറും താൻ ഉണ്ടാക്കിയ യന്ത്രവുമായി അവിടേക്ക് എത്തി. വിന്റർ സീസണിലെ പോലെ മഞ്ഞുണ്ടാക്കുന്ന ഒരു യന്ത്രമായിരുന്നു അത്. അത് കണ്ട എല്ലാവർക്കും പെരിവിങ്കിളിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷമാകുന്നു. പെരിവിങ്കിൾ അങ്ങനെ പിക്സി ഹോളയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരെല്ലാവരും സമ്മർ സീസണിലെ എല്ലാ മനോഹരമായ കാഴ്ചകളും പെരിവിങ്കിളിനായി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ വളരെയധികം ഹാപ്പിയാണ്. പെരിവിങ്കിളിന്റെ മീനിങ് വരുന്ന ഒരു ഫ്ലവർ അവൾക്ക് നൽകി. തന്റെ കയ്യിലിരുന്ന് അത് ചീത്തയാവാതെ ഇരിക്കാൻ പെരിവിങ്കിൾ അത് ഫ്രീസ് ചെയ്തു വെച്ചു. പെട്ടെന്നാണ് ഐസ് മെൽറ്റായി വരുന്ന സ്നോയുടെ എണ്ണം കുറഞ്ഞു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പെരിവിങ്കിളിന് അവിടെ നിൽക്കാൻ നല്ല ബുദ്ധിമുട്ട്. ഉടനെ തന്നെ ടിങ്കർ കൂട്ടുകാരും ചേർന്ന് വിന്റർ ഹുഡിന്റെ ക്രോസിംഗിന്റെ അടുത്തേക്ക് പെരിവിങ്കിളിനെ കൊണ്ടുപോയി. അവരവിടെ എത്തിയപ്പോൾ അവിടെ ലോർഡ് മിലോറിയും ഉണ്ടായിരുന്നു. ലോർഡ് മിലോറി പെരിവിങ്കിളിനെ ട്രീറ്റ് ചെയ്തിട്ട് അവരോട് പറയുകയാണ്, ഇതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് പിക്സി ഹോളോയിലെയും വിന്റർ ഹുഡിലെയും ഫാരികൾ തമ്മിൽ കാണരുത് എന്ന്. ഇത് നിങ്ങൾക്ക് തന്നെ ആപത്തായി മാറും. അപ്പോൾ ടിങ്കർ ബെൽ, ഞങ്ങളെ പിരിക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം ഞങ്ങൾ സിസ്റ്റേഴ്സ് ആണ്. ഞങ്ങൾ ഇനി തമ്മിൽ കാണുക തന്നെ ചെയ്യും. അപ്പോൾ അവിടേക്ക് ക്യൂൺ ക്ലോറിൻ വന്നിട്ട്, ഈ നിയമം അദ്ദേഹമല്ല ഞാനാണ് കൊണ്ടുവന്നത്. അത് എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാണ്. അങ്ങനെ അവസാനമായി പെരിവിങ്കിളും ടിങ്കർ ബെല്ലും യാത്ര പറഞ്ഞ് അവിടെ നിന്നും വളരെ വിഷമത്തോടു കൂടി പിരിഞ്ഞു പോവുകയാണ്. ആരും അവിടെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു. ആ സ്നോ മെഷീൻ അവിടെ കിടന്ന് വർക്ക് ചെയ്യുകയാണ്. അത് ആരും ശ്രദ്ധിച്ചിട്ടില്ല. പെരിവിങ്കിളിന്റെ വിഷമം മാറ്റാൻ അവിടേക്ക് ലോർഡ് മിലോറി വരുമ്പോൾ ഇവിടെ ടിങ്കർ ബെല്ലിന്റെ അടുത്തേക്ക് ക്യൂൺ ക്ലോറിൻ വരികയാണ്. എന്നിട്ട് അവരൊരു കഥ പറഞ്ഞു കൊടുക്കുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരു വാം ഫാരിയും വിന്റർ ഹുഡിലെ ഒരു ഫാരിയും തമ്മിൽ പ്രണയത്തിലായി. ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും അവരുടെ പ്രണയത്തിന് വേണ്ടി അവർ ക്രോസ് ചെയ്തു. അത് കാരണം അതിലെ ഒരു ഫാരിക്ക് അതിന്റെ ചിറക് പോലും നഷ്ടമായി. ഈ കാര്യങ്ങളൊക്കെ ഒരു കഥ പോലെ ടിങ്കർ ബെല്ലിനും പെരിവിങ്കിളിനും അവർ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷമാണ് ഈ റൂളൊക്കെ ഇത്രയും കർശനമായി മാറ്റിയത്. പെട്ടെന്നാണ് എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചത്. പിക്സി ഹോളയിലേക്ക് തണുപ്പ് അധികമായി വരുന്നു. കാരണം ആ മെഷീൻ വർക്ക് ചെയ്ത് അവിടേക്ക് ഫ്രീസിംഗ് കടന്നുകൊണ്ടേയിരിക്കുന്നു. ഫ്രീസിംഗ് തടയാൻ പറ്റാത്ത അത്രയും അധികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഫാരീസും കൂടി മൃഗങ്ങളെയെല്ലാം സംരക്ഷിക്കുകയാണ്.
ഇതിനിടയ്ക്ക് ടിങ്കർ ഒരു കാര്യം ശ്രദ്ധിച്ചു. പെരിവിങ്കിൾ ഫ്രീസ് ചെയ്ത ഫ്ലവറിന് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ സമയത്താണ് വിന്റർ ഹുഡിലെ പിക്സി ടെസ്റ്റ് തീർന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ആ സമയത്ത് അതാ അവിടേക്ക് ടിങ്കർബെൽ വരുന്നു. അവൾക്ക് തണുപ്പ് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവൾ വീണു പോകുന്നുണ്ട്. ടിങ്കർബെൽ അവരോടായി പറയുകയാണ്, പിക്സി ഹോളോ ഇപ്പോൾ അപകടത്തിലാണ്. പിക്സി ഡസ്റ്റ് ട്രീ സംരക്ഷിക്കാനായി നീ എൻ്റെ ഒപ്പം വന്ന് ആ ട്രീ ഫ്രീസ് ചെയ്ത് വെക്കണം. അങ്ങനെ പെരിവിങ്കിളും കൂട്ടുകാരും ടിങ്കർബെല്ലിനോടൊപ്പം പിക്സി ഹോളോയിലേക്ക് പോകുന്നു. അവിടെ ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ വിന്റർ ഫാരീസിന് പറക്കാൻ സാധിക്കും. അങ്ങനെ അവർ 3 പേരും ഫ്രോസ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവരെ കൊണ്ട് അത് ഫുള്ളായി ഫ്രോസ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. സമയം ഇനി കുറച്ചേയുള്ളൂ. അപ്പോഴാണ് ലോർഡ് മിലോറിയുടെ നേതൃത്വത്തിൽ ബാക്കിയുള്ള വിന്റർ ഫാരീസും അവിടേക്ക് വന്നിട്ട് ഫ്രീസ് ആകാത്ത പിക്സി ഡസ്റ്റ് ട്രീ ഫ്രോസ് ചെയ്യാൻ തുടങ്ങിയത്. ഫ്രോസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വസ്തു പാത്രത്തിൽ വെച്ച് മൂടുന്നത് പോലെയാണ്. അതിൻ്റെ മുകളിൽ ഫ്രീസിങ് നടന്നാലും അതിൻ്റെ ഉള്ളിലുള്ള വസ്തുവിന് ഒന്നുമാകില്ല. ട്രീ ഫുള്ളായി ഫ്രോസ് ചെയ്തതിന് ശേഷം വാം ഫാരീസ് എല്ലാം ട്രീയുടെ ഉള്ളിൽ ഭദ്രമായി ഇരിക്കുന്നുണ്ട്. നമ്മുടെ വിന്റർ ഫാരീസ് ഒരു ഗാർഡിയനെ പോലെ അവിടെ അവർക്ക് സംരക്ഷണമേകി നിൽക്കുന്നു. അങ്ങനെ പിക്സി ഹോളോ ഫുള്ളായി ഫ്രീസായി മാറി. അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം സൂര്യപ്രകാശം വന്നു എന്ന് ഉറപ്പാക്കിയപ്പോൾ വാം ഫാരീസ് പുറത്തേക്ക് വന്നു. അവരെ നിരാശപ്പെടുത്താതെ തന്നെ പിക്സി ഡസ്റ്റ് നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. അതുപോലെ തന്നെ ഫ്രീസിംഗ് എല്ലാം ഉരുകി പോവുകയും ചെയ്തു. എല്ലാ ഫാരീസിനും സന്തോഷമായി അവർ പറന്ന് രസിക്കുകയാണ്. എന്നാൽ നമ്മുടെ ടിങ്കർ മാത്രം പറക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ വിന്റർ ഹുഡിലേക്ക് പറന്നു പോയത് കൊണ്ട് തന്നെ അവളുടെ ചിറകുകൾ ഇപ്പോൾ മുറിഞ്ഞിരിക്കുകയാണ്. അവൾക്കിനി പറക്കാൻ സാധിക്കില്ല. ഇതറിഞ്ഞ പെരിവിങ്കിൾ വളരെ വിഷമത്തോടു കൂടി, നീ എന്തുകൊണ്ടാണ് ഇത് എന്നോട് നേരത്തെ പറയാഞ്ഞത് എന്ന് ചോദിച്ചു. എൻ്റെ മനസ്സിൽ അപ്പോൾ പിക്സി ഡസ്റ്റ് ട്രീ സംരക്ഷിക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് ക്യൂൻ ക്ലോറിൻ പറയുകയാണ്, നിങ്ങൾ ഇത്രയും വലിയ ഒരു കാര്യം ചെയ്തതുകൊണ്ട് നിങ്ങൾക്കിനി എപ്പോൾ വേണമെങ്കിലും കാണാം. അങ്ങനെ അവർ ചിറകുകൾ കൂട്ടിമുട്ടിച്ച് ഹായ് ബൈ പറയുമ്പോഴാണ് അവിടെ ഒരു മാജിക് നടന്നത്. അത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ചിറകുകൾ തമ്മിൽ സിമിലർ ആയതുകൊണ്ട് തന്നെ പെരിവിങ്കിളിന്റെ ചിറകുമായി ടിങ്കറിന്റെ ചിറക് വെച്ചപ്പോൾ അവളുടെ ചിറക് ഒരു മാജിക് എന്ന പോലെ ശരിയായി മാറുന്നു. ഇത് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. മറ്റു ഫാരികൾക്ക് പോലും ഇങ്ങനെ ഒരു സീക്രറ്റ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇത് കണ്ട് എല്ലാവരും ഹാപ്പിയാവുന്നു. പിന്നെ ഒരു ട്വിസ്റ്റും കൂടിയുണ്ട്. നമ്മുടെ ലോർഡ് മിലോറിയും ക്യൂൻ ക്ലോറിൻ തമ്മിൽ ഒന്നിക്കുകയാണ്. അവരായിരുന്നു ആ ലവ് സ്റ്റോറിയിലെ കപ്പിൾസ്. പിന്നീട് നമ്മൾ കാണുന്നത് റൂൾസ് ഒന്നുമില്ലാതെ വാം ഫാരീസ് വിന്റർ ഹുഡിലേക്ക് പോവുകയാണ്. അവർക്കിപ്പോൾ എപ്പോൾ വേണമെങ്കിലും വിന്റർ ഹുഡിലേക്ക് പോകാം. വിന്റർ ഫാരീസ് വാം ഫാരീസിന്റെ ചിറകെല്ലാം ഫ്രോസ് ചെയ്ത് വെക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും വിന്റർ ഹുഡിലേക്ക് പോകാം. അങ്ങനെ ടിങ്കർബെല്ലും പെരിവിങ്കിളും കൂടി ഒരു സ്നോ ഫ്ലൈക്കുമായി തന്നെ അവർക്കായി നൽകുന്നു. ഇങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് കാണിച്ചിട്ടാണ് നമ്മുടെ ടിങ്കർബെല്ലിന്റെ 4ാമത്തെ പാർട്ടായ ഈ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, എങ്ങനെയുണ്ട് ഈ മൂവി? നിങ്ങൾക്ക് ഇഷ്ടമായോ? ടിങ്കർബെല്ലിൻ്റെ എല്ലാ മൂവീസും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിൻ്റെ കഥയും ഹൈലൈറ്റ്സും എല്ലാം അടിപൊളിയാണ്. ഈ എക്സ്പ്ലനേഷൻ മാത്രമല്ല, നിങ്ങൾ മൂവി ആയിരുന്നു കാണണം. ശരിക്കും റിലാക്സിംഗ് ആയി തോന്നുന്ന ഒരു മൂവി തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ടിങ്കർബെല്ലിൽ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ആരാണെന്ന് കമൻറ്റിൽ തീർച്ചയായും പറയണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.